നിങ്ങളുടെയൊക്കെ ലൈഫില് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ചാക്കോച്ചന്റെയും മഞ്ജു ചേച്ചിയുടെയും ലൈഫില് ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ള, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏതാണ്ട് മിക്ക സംവിധായകർ ഒരുപക്ഷെ സിനിമയിൽ തന്നെ വളരെയധികം റെവല്യൂഷനൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ മലയാളത്തിന് നൽകിയിട്ടുള്ള മലയാളത്തിന്റെ സ്വന്തം സംവിധായകൻ. ഇവിടെ ഇതിൽ പറയുമ്പോൾ നിറം എന്നുള്ള പേര് അവിടെ കിടപ്പുണ്ടല്ലോ നമ്മുടെ ടൈറ്റിലില്. ആ ടൈറ്റിലും എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. Let's welcome Kamal sir onto the stage. നമ്മുടെ ഇന്നത്തെ ടൈറ്റിലിൽ വരെ സാറിന്റെ സിനിമയുടെ ടൈറ്റിലാണ് സാർ. നിറവും സല്ലാപമാണ്. നിറം എന്താ അവിടെ കിടപ്പുണ്ട്. മറ്റേത് സുഹൃത്തിന്റെ പടം സല്ലാപം. അപ്പോ അവിടെ ആ നിറത്തിലൂടെ നമുക്ക് വേണ്ടിയിട്ട് സാർ, ഈ നമ്മള് ചാക്കോച്ചനിവിടെ വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, സാറാണ് മലയാളികൾക്ക് ആ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതെന്നുള്ളത്. ബെസ്റ്റി. അതെ 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 ശരിയാട്ടാ. ആ സിനിമയിലാണ് സാർ ബെസ്റ്റി കൊണ്ടുവന്നത്. സാറ് കാരണം ഇന്ന് ഒരു തലമുറ മുഴുവൻ വഴിതെറ്റി നടക്കുന്നത് സാർ അറിയുന്നത്. പക്ഷെ നമ്മളതിലൊന്നും ലഹരി ചോക്ലേറ്റ് ആണ് അങ്ങോട്ട് കൊണ്ട് കൊടുത്തത്. ചോക്ലേറ്റ് പിന്നെ കെമിസ്ട്രി ബുക്കും. ഈ അതുപോലെ തൊട്ടപ്പുറത്ത് നേരെ നോക്കുകയാണെങ്കിൽ ഈ പുഴയും കടന്ന് തൊട്ട് അതെ 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 അത് ഈ പുഴയും കടന്ന് ഇപ്പൊ പിന്നീട് കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് ആമിയിൽ ഏറ്റവും മികച്ച ക്യാരക്ടർ എല്ലാം. നല്ല പാട്ടുകള്. കമൽ സാറിന്റെ സിനിമകൾ എപ്പോഴും നല്ല പാട്ടുകൾക്ക് വേണ്ടി അതിനകത്തും അതാ പറഞ്ഞേ, നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇപ്പൊ ഇന്നിവിടെ നമ്മൾ പെർഫോം ചെയ്ത പാട്ടുകൾ നോക്കുകയാണെങ്കിലും കമൽ സാറിന്റെ സിനിമയിലെ പാട്ടുകൾ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് വേണം എടുത്തു പറയാനായിട്ട്. സന്തോഷം. അതെ സാർ, ഈ പറയുന്നത് ഇവിടെ പിഷാരടി ഉൾപ്പെടെ, റിമി ഉൾപ്പെടെ, നമ്മുടെ ശ്രീകുടൻ ചേട്ട ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് സാർ. അവരോട് അല്ല, എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വളരെ വളരെ സന്തോഷം എല്ലാവരെയും കണ്ടപ്പോ. ശ്രീകുട്ടൻ എത്രയോ പടത്തിൽ പാടിയിട്ടുണ്ട്, എന്റെ പടത്തിൽ പാടിയിട്ടുണ്ട്. എം ജി ശ്രീകുമാർ എത്ര വർഷം പറയായിരുന്നു വിണ്ണിലെ പൊയ്കയിൽ ആ പാട്ടുണ്ട്. അതെ 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 അങ്ങനെ എല്ലാവരും. അത് കഴിഞ്ഞ് രമേഷ് പിഷാരടി, അദ്ദേഹം എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രം പറയുന്ന സിനിമയിൽ ആദ്യത്തെ മലയാള സിനിമയിൽ ആദ്യമായി കാസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു കഥകളി നടനായിരുന്നു. ആ കഥകളി നടന്റെ വേഷം ഞാൻ കഴിഞ്ഞിട്ടാ ബാക്കിയുള്ള നടന്മാരൊക്കെ ഉള്ളൂ. അപ്പൊ അത് ചോദിക്കാം സാർ, എന്തുകൊണ്ട് പുള്ളിയെ കാസ്റ്റ് ചെയ്തു? അല്ല, തമാശ പോലും ഇല്ലാത്ത അതിന് കാരണമുണ്ട്. കാരണം എന്തറിയാമോ, രമേഷ് പിഷാരടിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു രൂപമുണ്ട്. 1928 നടക്കുന്നതാണ്. ചില ആൾക്കാർക്ക് ഒരു ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അത് നോക്കിയിട്ടാണ് കാസ്റ്റ് ചെയ്തത്. ആ കാലഘട്ടത്തിലെ രൂപം എനിക്ക് കിട്ടിയായിരുന്നു. ഈ സെല്ലുലോയിഡിന് ശേഷമല്ലേ നിങ്ങളൊക്കെ യാത്ര പോയി? നിറസല്ലാപ് എന്ന് പറയുന്നത് ഇവരുടെ മുതുകത്ത് കയറാനുള്ള പരിപാടിയാണ്. ഒരു ഡയറക്ടറെ കിട്ടിയെന്നും പറഞ്ഞു നീ എന്റെ മുതുകത്തോട്ട് കയറാതെ റീമി ആ മൂലയ്ക്ക് പമ്മി പതുങ്ങി ഇരിപ്പുണ്ടല്ലോ. ആർക്ക് വേണേ പോണ വഴിക്കും കാണുന്ന വഴിക്കും മുതുക. അല്ല, അതാ ഞാൻ പറഞ്ഞ അതിനുശേഷമാണ് പിഷാരടി നന്നായത് നമ്മുടെ കൂടെയൊക്കെ യാത്ര വന്നതിന് ശേഷം. ചാക്കോച്ചൻ. അതെ, ചാക്കോച്ചൻ മലയാള സിനിമയില് രണ്ട് കാലഘട്ടത്തില് രണ്ട് രീതിയിൽ, എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ന്യൂജനാണ്. അതാണ് ഏറ്റവും വലിയത്. കാരണം അന്ന് ഞങ്ങളൊക്കെ അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ന്യൂജനായിട്ട് അന്നത്തെ കുട്ടികളുടെ ഏറ്റവും ഹരമായിട്ടുള്ള നായകനാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും ഹരമായിട്ടുള്ള നായകനാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അത് ഞാൻ സത്യത്തില് എന്താ പറയാ, എങ്ങനെ എനിക്ക് അവാർഡ് കിട്ടിയതിന് തുല്യമാണ് സത്യം. ഭയങ്കരമായിട്ട് അങ്ങനെ ഓരോ എനിക്ക് എന്തായാലും ഓരോ കാലഘട്ടത്തില് അതിനനുസരിച്ച് ഇപ്പൊ നമുക്കറിയാം. ഇന്നിപ്പോ ചിലപ്പോ അനിയത്തി പ്രാവ് നിറമൊക്കെ പുതിയ ജനറേഷനിലെ പിള്ളേരെ എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല. ചോക്ലേറ്റ് നായകൻ എന്ന് പറയുന്നത്, പക്ഷെ അന്ന് ചോക്ലേറ്റ് നായകന്മാരെ ആരാധിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും, അല്ലേ? ഇന്ന് കലിപ്പന്മാരായിട്ടുള്ള നായകന്മാരെ ആരാധിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറയിൽ. അപ്പൊ കലിപ്പനായി ഭയങ്കര കലിപ്പനാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. പിന്നെ അപ്പുറത്ത് ഇനി മഞ്ജുനെ കുറിച്ച് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാനിപ്പോ മഞ്ജുനെ കണ്ടു കഴിഞ്ഞപ്പോ എന്തെങ്കിലും ചെറുപ്പമായി വരണത് പറഞ്ഞ മാതിരി ഇപ്പൊ നമുക്കൊക്കെ അത്ഭുതം തോന്നുകയാണ്. കാരണം എന്തറിയോ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇപ്പോഴും കിടന്നിൽ അഭിനയിച്ചതിനേക്കാളും ചെറുപ്പം. അന്ന് പ്രായപൂർത്തിയായിട്ടില്ല. അതെ, ഇപ്പൊ ഷഷ്ടിപൂർത്തിയായി. തലയിലിട്ടടിച്ചു.
മഞ്ജുവേച്ചിക്ക് അന്ന് 18 ആയിട്ടില്ല. ഇല്ല ഇല്ല, പതിനെട്ടായിട്ടില്ല. ആറാം അതിനുശേഷം തമ്പുരാന്റെ ഷൂട്ടിംഗ് സമയത്താണ്. അതാണ് പ്രായപൂർത്തിയായത്. ഓ അത് ശരി. ആ, ഓക്കെ. അതൊരു വലിയ കാര്യമല്ലേ, കാരണം എത്ര ചെറുപ്പത്തില് സിനിമയിൽ വന്നു. അത്രയും ഗ്രാവിറ്റി ഉള്ള ഒരു റോള്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി. അവാർഡ് അടിപൊളി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴും കിടന്നില്ല. ആദ്യമായിട്ടല്ല, ഒറ്റ സ്റ്റേറ്റ് ഒറ്റ അവാർഡ് തവണ കിട്ടിയിട്ടുള്ളൂ. അത് ഒരു ഭയങ്കര അത്ഭുതമാണ്. ഇത്രയും മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇന്നാളെ സാറിനെ ബാലവേലയ്ക്ക് ചിലപ്പോ പിടിച്ചല്ലേ. ബാലതാരത്തിനുള്ള അത് award കൊടുത്തല്ലേ. മികച്ച നടിക്കുള്ള award അല്ലേ ബാലതാരത്തിന്. അല്ല, വളരെ സന്തോഷം. അതുകൊണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരായിട്ടും അതെ. എനിക്ക് വലിയ സന്തോഷം, കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞു. തീർച്ചയായും. വല്ലാത്തൊരു സന്തോഷം. എനിക്കൊരു ആഗ്രഹം. പിന്നെ ഇനി ഇത് ഇതൊക്കെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇതിനെ കമൽ- കുറിച്ചും പറയണ്ടേ. അതെ. ഇതിനെ കുറിച്ച് പറഞ്ഞതിൽ വലിയതാണ്. നമ്മളെന്ന് പറയുന്ന സിനിമയില്ലേ, അതിലെ വില്ലനാണ്. അതെ. പ്രധാന അതൊരു വലിയ ടീമായിരുന്നു അല്ലേ. ഡെഫിനറ്റ്ലി. അതെ പക്ഷെ അതെ. ഇത്രയും നമ്മൾ ഓർക്കാൻ ഇത്രയും സിനിമകൾ തന്ന കമൽ സാറ് ചെറിയ പോലും ഗ്യാപ്പ് എടുക്കരുതെന്നാണ് ഞങ്ങളുടെ പ്രേക്ഷകരുടെ അല്ല, ആഗ്രഹം. ഗ്യാപ്പ് എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നായകന്മാരൊക്കെ നമുക്ക് ഡേറ്റ് തരണം. ഇവര് കലിപ്പം പടങ്ങളിൽ അഭിനയിക്കുള്ളൂ. നമ്മള് ഫീൽ ഗുഡ്. നമ്മളാണെങ്കിൽ അല്ല, നിറം പോലത്തെ ഇത്രയും വലിയൊരു സിനിമ തന്നിട്ട് ചാക്കോച്ചൻ എപ്പോ വേണമെങ്കിലും ഡേറ്റ് തരില്ലേ? അതിന്റെ അല്ല, ഡേറ്റിന്റെ അല്ല പ്രശ്നം, എങ്ങനത്തെ സിനിമ ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. അതാണ് അതൊരു സാർ പറഞ്ഞ പോലെ. പ്രശ്നം. സാർ ചെയ്യുന്നതിന്റെ ഒരു ക്ലാസ്സും ഇതൊക്കെ അതെ, പാട്ടാണല്ലോ. അപ്പൊ അത് അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റാണ്ടല്ല, പക്ഷെ ഇപ്പോഴത്തെ ടൈപ്പ് സിനിമകൾ ചെയ്യുമ്പോഴും നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം ചെയ്തിട്ട് ചാക്കോച്ചനെ അവിടെ അത് സൂപ്പർ ഇതായിട്ട് നിൽക്കുന്നു. പിന്നെ ഒരു പുതിയ ഒരുപാട് ആൾക്കാർ വന്നൊരു അഡ്വന്റ് ഉണ്ടായിരുന്നു, പൃഥ്വിരാജ്, ജയസൂര്യയൊക്കെ വന്ന്. ആ സമയത്തും ചാക്കോച്ചനെ വെച്ച് സ്വപ്നക്കൂടി സ്വപ്നക്കൂടിലുണ്ടായിരുന്നു. അതെ അതെ, അതെ. അത് 3 നായകന്മാരായിരുന്നു. അതിൽ 3 നായകന്മാരെ. അപ്പോഴും ചാക്കോച്ച അതേ പ്രായം. അല്ല അല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോഴും അത്ര ഒരുപാട് വ്യത്യാസമൊന്നുമില്ല നിറവും സ്വപ്നക്കൂടും തമ്മിൽ. ഇല്ല 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 ഇല്ല, 4 വർഷത്തെ അല്ല, മാക്സിമം 4 വർഷത്തെ വ്യത്യാസമുള്ളൂ. അന്നത്തെ എന്താ പറയാ, എല്ലാ യങ്സ്റ്റേഴ്സിനെ കൂടെ ഒരുമിച്ച് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു കൊണ്ടുവന്ന സിനിമയാണ് സ്വപ്നക്കൂട് എന്ന് പറയുന്നത്. അതാണ് അതൊരു വലിയ അനുഭവമായിരുന്നു. അതാണ് സാറ്. ഞങ്ങള് സ്വപ്നക്കൂട് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോയി, ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട്. നമ്മുടെ വിയന്നയിലല്ലേ? വിയന്നയില് നിങ്ങളൊരു വെള്ളത്തിന്റെ നടുക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്ഥലത്ത് കയറി ഡാൻസ് കളിക്കുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെ പോയിട്ട് സാറിന്റെ പാട്ട് മൊബൈലിൽ വെച്ചിട്ട് ഞങ്ങള് ഡാൻസ് ഡാലിയ കൂടാരൊക്കെ വെച്ച് ഞങ്ങൾ കളിക്കുമായിരുന്നു. അങ്ങനെ ലൊക്കേഷനുകളിൽ ഞങ്ങൾ രണ്ടാമത് യാത്ര പോയിട്ടുണ്ട്, ഞങ്ങൾ 3 കൂടെ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ.